ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിങ്സ് ഫേവറേറ്റ്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ മോൾക്കുണ്ടായ ഒരു ഡെൻ്റൽ പ്രോബ്ലത്തിനെ കുറിച്ചിട്ടാണ്. ടങ് ത്രസ്റ്റനിങ് ഹാബിറ്റ് എന്നാണ് അതിന് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നാവ് ഒന്തൽ എന്ന് പറയും. അതായത് നമ്മുടെ പല്ലിന്റെ പിൻഭാഗത്ത് നാവ് കൊണ്ട് തള്ളുന്നതിനെയാണ് ടങ് ത്രസ്റ്റനിങ് എന്ന് പറയുന്നത്. ചെറിയ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു തരം ഹാബിറ്റാണിത്. 4-5 വയസ്സാകുമ്പോഴത്തേക്കും ഈ ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ല് പുറത്തോട്ട് തള്ളി വരികയും അല്ലെങ്കിൽ നല്ല ഗ്യാപ്പ്, പല്ലിനിടയിൽ നല്ല ഗ്യാപ്പ് വരികയും, അത് മാത്രമല്ല നമ്മുടെ സംസാര രീതിയിലും നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ചില അക്ഷരങ്ങളൊക്കെ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ, അതായത് സെഡ് ഇസഡ് എന്നൊക്കെയുള്ള ലെറ്റേഴ്സ് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ നാവ് കടിച്ചിട്ടായിരിക്കും അത് പറയാം. എൻ്റെ മോളുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ അവൾ പ്രസവിച്ച ആ ഒരു സമയം മുതൽ തൊട്ടേ അവൾ നാവിങ്ങനെ പുറത്തേക്ക് തള്ളുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ കുട്ടികൾ കാണിക്കുന്ന ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളെ പോലെ ഇതും എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൾ സാധാരണ പോലെ കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെ ഫിംഗർ സക്കിയായിരുന്നു. അത് എനിക്ക് കാണാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരിക്കലും നോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ 1-2 വയസ്സ് വരെ കൈ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വായിലിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൂടുതലായിട്ടും ഫിംഗർ സെക്ക് ചെയ്യുമ്പോഴും നമ്മുടെ പല്ല് പുറത്തോട്ട് തള്ളാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിവിടെ അവളുടെ വീഡിയോസ് ഷെയർ ചെയ്യാം. കാരണം ഞാൻ ഇത് മുന്നേ പ്ലാൻ ചെയ്തതല്ല ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് അവളുടെ പല്ലും കാണിക്കാനുള്ള ഒരു വീഡിയോ എൻ്റെ കയ്യിലില്ല. അത് ഉള്ള വീഡിയോസ് ഞാനിവിടെ കൊടുക്കാം. ഇതിൽ അവൾ സംസാരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. നാവും ഒരുപാട് തവണ ഇങ്ങനെ പുറത്തോട്ട് തള്ളി വരുന്നുണ്ട്. നാവ് പുറത്തേക്ക് വന്നിട്ടാണ് അവൾ സംസാരിക്കുന്നത് പോലും. ആളുടെ ഒരു സംസാര രീതി ഇങ്ങനെയായിരുന്നു. പക്ഷേ ഞാനിത് അപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് പല്ലിനോ അല്ലെങ്കിൽ ഈ നാവിങ്ങനെ ആവുന്നത് അങ്ങനെ ഒരു പ്രോബ്ലം ആണ് എന്നുള്ളത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞിലെയുള്ള കൂർക്കം വലി അത് നമ്മൾ ശ്രദ്ധിക്കണം. വായ തുറന്ന് ഉറങ്ങുന്നതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോഴൊക്കെയാണ് ഈ പല്ല് പൊങ്ങി വരുന്നത്. കുഞ്ഞിലേ നമ്മുടെ കുട്ടികളുടെ പല്ലൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്, നല്ല നിരയത്ത പല്ലുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടങ് ത്രസ്റ്റനിങ് ഹാബിറ്റുള്ള കുട്ടികളുടെ പല്ല് ആദ്യത്തെ പല്ലൊക്കെ ഇളകിപ്പോയി കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന പല്ലിലാണ് ഇത് ശരിക്കും കണ്ടു തുടങ്ങും. പല്ലിന്റെ അലൈൻമെന്റ് ശരിയായ രീതിയിലായിരിക്കില്ല, പല്ല് പൊങ്ങിയിരിക്കും, പല്ലിനിടയിൽ നല്ല ഗ്യാപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓപ്പൺ ബൈറ്റും ആയിരിക്കും. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പിക്ചറിലെ പോലെ ആയിരിക്കും. അവർ പല്ല് രണ്ടും കൂട്ടിക്കടിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ നിരയും താഴത്തെ നിരയും തമ്മിൽ കൂട്ടിമുട്ടില്ല. അതിനെയാണ് ഓപ്പൺ ബൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പല്ല് ഓൾറെഡി കുഞ്ഞിലെ ഗ്യാപ്പ് ഉള്ളതാണ്. പക്ഷെ ഇതുപോലെയല്ല. ഇതിലിപ്പോൾ നമ്മുടെ ഒരു പല്ല് രണ്ടും കൂട്ടി ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല ക്ലോസ് ആയിരിക്കും നമ്മളെ വായ ഉണ്ടാവുക. പക്ഷേ മോളുടെ പല്ലിങ്ങനെ 2 പല്ലും മുമ്പിലത്തെ നിരയും താഴത്തെ നിരയും കൂട്ടിമുട്ടില്ല. ഞാൻ ഈ പിക്ചറിൽ കൊടുത്ത പോലെ ആയിരിക്കും പല്ലുണ്ടാവുക. അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രോബ്ലം തോന്നി. നോർമലി ഒരു കുട്ടികളൊരു UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആ ഒരു ടൈമിലാണല്ലോ പല്ലിളകുന്നത്. ആ മുന്നിലത്തെ ആ 2 പല്ലും അതുപോലെ താഴത്തെ 2 പല്ലൊക്കെ ഇളകുന്ന ആ ഒരു ടൈം അതാണല്ലോ. അപ്പം അങ്ങനെ അവളുടെ മുന്നിലത്തെ പല്ല് ആ ടൈമിൽ ഇളകി പുതിയത് വന്ന് തുടങ്ങുന്നൊരു ടൈമിലാണ് ഞാൻ ഈ ഒരു പല്ല് രണ്ടും താഴത്തെയും മുകളിലത്തെ ഇങ്ങനെ കൂട്ടിമുട്ടാത്തത് ശ്രദ്ധിച്ചത്. അതായത് പല്ല് വന്നായിരുന്നു, മുന്നിലത്തെ ഒരു പല്ല് വന്നു. അപ്പോൾ അത് കൂട്ടിമുട്ടാത്ത കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ശരിക്കും വളർന്നിട്ടുണ്ടാവില്ല, ഇനിയിപ്പോൾ മറ്റേതും കൂടെ വരട്ടെ എന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മറ്റേതും കൂടി വന്നപ്പോൾ രണ്ടിനും നല്ല ഗ്യാപ്പായി. അപ്പോൾ ഓൾറെഡി എനിക്ക് പല്ലിന് ഗ്യാപ്പുള്ളത് കാരണം ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ മക്കൾക്കൊന്നും അങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവില്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഇവൾക്ക് നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ ഈ പല്ല് എന്തായാലും ക്ലിപ്പിടും, കാരണം നല്ല ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായില്ല. അങ്ങനെ പല്ല് ശരിക്കും വളരട്ടെ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു. പക്ഷെ എത്ര വളർന്നിട്ടും ആ 2 നരകളും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം പല്ലിന് കേട് വന്നപ്പോൾ ഡോക്ടറെ കാണിക്കാനായിട്ട് പോയി. ആ സമയത്ത് ഡോക്ടറാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഡോക്ടർ നോക്കിയിട്ട് പ്രോപ്പർ സ്ട്രക്ചറിലല്ല പല്ല് ഇരിക്കുന്നത്, ആ ജോയിൻറ്റിൻ്റെ സ്ട്രക്ചറൊന്നും കറക്റ്റ് അല്ല എന്നുള്ള ഇതിൽ ഡോക്ടർ പറഞ്ഞു. അതൊന്നുകൂടെ ശ്രദ്ധിക്കണം, അത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ചെന്നു. അപ്പോൾ ഡോക്ടർ ഈ ഒരു കാര്യം പറഞ്ഞു. ഇങ്ങനെ ചോദിച്ചു, നിങ്ങളോട് കൈ വായിലിടാറുണ്ടോ, അതുപോലെ രാത്രി ഇങ്ങനെ വായ തുറന്നിട്ടാണ് ഉറങ്ങുന്നത്, അതുപോലെ നാവ് തള്ളി വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഈ നാവിൻ്റെ കാര്യം പറഞ്ഞു. നാവിങ്ങനെ തള്ളിയിട്ടാണ് ചെറുപ്പത്തിൽ അങ്ങനെയാണ് സംസാരമൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു തന്നു. മോള് 2nd സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പല്ലിന് ക്ലിപ്പിടുമല്ലോ, അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ്. ടങ് ക്രിബ് എന്നാണ് അതിന് പറയുന്നത്. ഞാനതിൻ്റെ പിക്ചർ താഴെ കൊടുക്കാം. നാവ് പുറത്തേക്ക് തള്ളുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗേറ്റ് പോലത്തെ ഒരു സംഭവമാണത്. അപ്പോൾ അത് നമുക്ക് റിമൂവബിളും ഉണ്ട്, ഫിക്സഡായിട്ട് ചെയ്യാൻ പറ്റുന്നതും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഒരു പേടി തോന്നിയിട്ട് നമ്മൾ പറഞ്ഞ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് മതി, എങ്ങാനും വേദന ഉണ്ടായാലും ഊരി വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്.
അപ്പോൾ ഈ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിക്ചറിൽ കാണുന്നത് പോലെ ഇത് നമ്മുടെ പല്ലിൻ്റെയൊക്കെ ബാക്കിലായിട്ടാണ് ഈ ഒരു ഗ്രില്ല് പോലത്തെ സാധനം കിടക്കുക. അപ്പം നമ്മളെ നാവ് അവിടെ സ്റ്റക്കാവും. നാവ് ഇങ്ങനെ പുറത്തോട്ടേക്ക് വരുന്നത് അവിടെ സ്റ്റോപ്പായിട്ട് നാവിനെ അവിടെ എന്താ പറയണ്ടത് ലോക്കായി കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതൊരു ഹാബിറ്റ് നമ്മൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലിപ്പ് ഇടുന്നത്. ഈ ഒരു ക്ലിപ്പ് ഇടാൻ അവർക്ക് നോർമലി നമുക്ക് ആ ഒരു ഹാബിറ്റ് ചെയ്യാനായിട്ടുള്ള ഹാബിറ്റ് കൊണ്ടുവരാനുള്ള കുറച്ച് ഫിസിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. പക്ഷേ കുട്ടികളാകുമ്പോൾ എത്ര കണ്ടത് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലിപ്പ് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഇടുന്നതോടുകൂടി നാവ് പുറത്തേക്ക് തള്ളുന്നതും നിൽക്കും. നാവ് ടച്ച് ചെയ്യാത്തത് കാരണം പല്ല് മുന്നോട്ട് തള്ളുന്നതും അവിടെ നിൽക്കും. അങ്ങനെ നാവിൻ്റെ ശല്യം ഇല്ലാത്തത് കാരണം പല്ല് നമ്മൾ മുന്നേ വിട്ട പല്ല് അടുത്തടുത്തടുത്തിട്ട് ആ ഒരു ഗ്യാപ്പ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ക്ലിപ്പായിരുന്നു. അപ്പോൾ അത് മോള് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് തോന്നുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ തോന്നുന്ന സമയത്ത് അത് ഇളക്കി വെക്കുകയും പിന്നെ പ്രോപ്പറായിട്ട് ഇടാത്തൊക്കെ കാരണം പല്ല് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് തവണ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള തന്നെ നോക്കിയിട്ട് ഇട്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിക്സഡ് ആയിട്ടുള്ള തന്നെ തരാം, നിങ്ങൾ പേടിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല, അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ആദ്യത്തെ ഒരാഴ്ച മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ നിങ്ങൾ അതിന് യൂസ്ഡ് ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ചിട്ട് ഫിക്സഡ് ആയിട്ടുള്ള ആ ഒരു ക്ലിപ്പ് തന്നെ ഇട്ടു. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ഒരാഴ്ച 2 ആഴ്ച മാത്രമേ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നുള്ളൂ. ശരിക്കും എല്ലാ അക്ഷരങ്ങളും പ്രോപ്പറായിട്ട് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു കൊഞ്ഞിപ്പ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു എപ്പോഴും പുറത്തോട്ട് തള്ളി വരുന്ന ആ ഒരു നാവിനെ നമ്മൾ അവിടെ പിടിച്ച് സ്ട്രക്കായിട്ട് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അത് ശരിക്കും നല്ലതിനാണ്. നമ്മളത് ചെയ്തു കൊടുത്താൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ അവർക്ക് വലുതായി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരും. പിന്നെ അവർ ആ ടൈമിൽ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എല്ലും പല്ലൊക്കെ വളരുന്നൊരു ടൈമാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അങ്ങനെ ഒരു 3rd സ്റ്റാൻഡേർഡിൽ നിന്നാണ് പിന്നെ ഇടുന്നത്. കാരണം ഞങ്ങൾ അബ്രോഡാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ലീവ് കിട്ടുമ്പോഴാണ് നാട്ടിൽ പോയിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഒരു 6 മാസം കൂടുമ്പോൾ അതൊന്ന് നോക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ ഇപ്പോൾ 3rd സ്റ്റാൻഡേർഡിൽ നിന്ന് ഫസ്റ്റിലിട്ട് കഴിഞ്ഞാൽ എന്തായാലും വളരുന്ന പ്രായമാണല്ലോ. അപ്പോൾ നമ്മുടെ എല്ലും പല്ലൊക്കെ ഇങ്ങനെ വളർന്ന് കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ക്ലിപ്പിനും ചില വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അതൊന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ശരിയാണോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ള കാര്യങ്ങളൊന്ന് പോയിട്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അങ്ങനെ ഇപ്പോൾ അവൾ പഠിക്കുന്നത് 5th അപ്പോൾ 5th ആവുന്നതിന് മുന്നേ 4th മുതൽ അവളുടെ പല്ല് ഏകദേശം ഓക്കെയായി. ഏകദേശം നല്ല കംപ്ലീറ്റ് ഓക്കെയായി. പല്ലൊക്കെ നല്ല പോലെ അടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ അവളുടെ വീഡിയോ കൊടുക്കാം, പല്ലെടുത്ത വീഡിയോ കൊടുക്കാം. എല്ലാ പല്ല് നല്ല പോലെ അടുത്തിട്ടുണ്ടായിരുന്നു. പല്ല് മുകളിലത്തെ നിരയും താഴത്തെ നിരയും ഒക്കെ നല്ലപോലെ കൂട്ടിമുട്ടുന്നു. പിന്നെ ഇതിൽ വരുന്ന ചാൻസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് അഴിക്കുമല്ലോ. ആ സമയത്ത് വീണ്ടും ഈ പഴയ ഹാബിറ്റ് വീണ്ടും വരുമോ എന്നുള്ളത് നമുക്ക് ഡൗട്ടുണ്ട്. ചിലപ്പോൾ നമ്മളിപ്പോഴുള്ള ഹാബിറ്റ് നമ്മൾ ഈ നാവ് തള്ളുന്നത് ചിലപ്പോൾ സ്റ്റോപ്പായിട്ടുണ്ടാവാം. ചിലപ്പോൾ അത് കഴിക്കുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ ആയി വരികയും ചെയ്യും. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമലി 12 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ക്ലിപ്പ് ഇടാൻ വേണ്ടി കഴിയും. നമ്മൾ നോർമലി പല്ലിന് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇടുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. അത് 12 വയസ്സിന് ശേഷമേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ചെറുപ്പത്തിലേ ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് ഒരുപാട് കോസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു 2000-3000 രൂപയ്ക്ക് ഒതുങ്ങുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ശ്രദ്ധിക്കാത്ത പോലെ ആവരുത്. നല്ലപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് കൃത്യസമയത്ത് തന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാലും കമൻറ്റ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യാം. ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.